തൃശൂർ വാടാനപ്പള്ളിയിൽ കെ.സി. വേണുഗോപാൽ അനുകൂല ഫ്ലെക്സ് വെച്ച CPM പ്രവർത്തകൻ കുറ്റസമ്മതം നടത്തുന്ന ശബ്ദരേഖ പുറത്ത്. CPM ഗൂഢാലോചന പുറത്തു വന്നെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ബോർഡ് വെച്ച അരവശ്ശേരി മുഹമ്മദിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വിട്ടയച്ചു. 2 ദിവസം മുമ്പാണ് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കെ.സി. അനുകൂല ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. സേവ് കോൺഗ്രസിന്റെ പേരിലായിരുന്നു കെ.സി. നയിക്കട്ടെ എന്ന ഫ്ലെക്സ് വെച്ചത്. തുടർന്ന് CCTV ദൃശ്യം പുറത്തുവന്നു. CPM നേതാവ് അരവശ്ശേരി മുഹമ്മദാണ് ഫ്ലെക്സ് വെച്ചതെന്ന് വ്യക്തമായി. CCTVക്ക് പുറമെയാണ് ഇപ്പോൾ കുറ്റസമ്മതം നടത്തുന്ന ശബ്ദരേഖയും പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ഒരു കോൺഗ്രസ് പാർട്ടിക്ക് വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ക്യാമറ അവിടെ ഉള്ള കാര്യം സത്യത്തിൽ എനിക്കറിയില്ല. CPM ഗൂഢാലോചന പുറത്തായെന്ന DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പറഞ്ഞു. CPM ഇങ്ങനൊരു നിർദ്ദേശം കൊടുക്കാതെ അത്രയും ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തി അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം അറിയാതെ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ്. മുഖ്യമന്ത്രി ചർച്ച നടക്കുമ്പോൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ CPM ശ്രമിക്കുന്നുവെന്ന് PC വിശ്വനാഥ് പ്രതികരിച്ചു. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനും കുഴപ്പങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കാനും വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ട CPM പരിശ്രമിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇപ്പം CCTV വിഷ്വൽസിൽ വന്നില്ലായിരുന്നെങ്കിൽ കോൺഗ്രസ്സുകാർ വെച്ചാണെന്നല്ലേ വിചാരിക്കുള്ളൂ. തെറ്റായ നടപടിയാണ് പാർട്ടി പ്രവർത്തകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും പാർട്ടി നയത്തിന് വിരുദ്ധമായാണ് മുഹമ്മദ് പ്രവർത്തിച്ചതെന്നും CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. പാർട്ടി നയത്തിന് വിരുദ്ധമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് വിശദീകരണം തേടും. UDF പരാതി നൽകിയതോടെ മുഹമ്മദിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വിട്ടയച്ചു. മീഡിയ 1 തൃശൂർ.